മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ജീവിത കൈത്താരിയിൽ കണ്ണുനീർ പാതകളിൽ കൂരിരുൾ ഏറിയിടിലും മുൾപാതയായിടിലും ജീവിത കൈത്താരിയിൽ കണ്ണുനീർ പാതകളിൽ കൂരിരുൾ ഏറിടിലും മുൾപാതയായിടിലും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച ചില കാര്യങ്ങൾ പ്രാഥമികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിക്കുകയുണ്ടായല്ലോ. ഇതിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ദ്രവ്യാഗ്രഹവും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ്. അധ്യക്ഷൻ്റെ യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അവൻ ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണമെന്ന് 1 തിമോത്തി 3:2 അതെ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് 3-ാം അധ്യായത്തിൽ അതെ സ്വന്തം ജീവിതത്തിൽ പാലിക്കേണ്ട നിയമവും അത് ഇവിടെ പറയുന്നത് സഭയിൽ ഉപദേശിക്കേണ്ട കാര്യവുമാണ്. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ പാലിക്കേണ്ട നിയമവും ഇവിടെ പറയുന്നത് സഭയിൽ ഉപദേശിക്കേണ്ട കാര്യവുമാണ്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ പാലിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവരെ ഗുണദോഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വരുന്ന ജീവിതങ്ങളിൽ സ്വന്തം ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പാലിക്കുവാനായിട്ട് കഴിയണം എന്നാണ് ഇന്നത്തെ വേദ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാധാരമായി 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ്. അവിടെ ദൈവഭക്തിയെക്കുറിച്ച് പറയുന്നത് ആദായസൂത്രമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദൈവഭക്തി അനേകർ ആദായസൂത്രമായിട്ട് വിചാരിക്കുന്നതു മാത്രമല്ല, ആ ദൈവഭക്തി കൊണ്ട് എന്ത് ആദായമാണ് അവർ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ ദ്രവ്യാഗ്രഹമാണ്. അപ്പോൾ ആ ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നത് അത് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ആ മോഹം? ധനികന്മാരായിത്തീരാൻ ആഗ്രഹിക്കുന്ന പരീക്ഷയിൽ അകപ്പെടുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ കെണിയിലകപ്പെടും, അവൻ കുടുങ്ങിപ്പോകും. അപ്പോൾ അത് ദ്രവ്യാഗ്രഹത്തിൻ്റെ കെണി, ദ്രവ്യാഗ്രഹം നമ്മെ കുടുക്കിലാക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ മോഹങ്ങൾ ഇരയായി തീരാതെ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നവർ, വിശേഷാൽ വേലയിലായിരിക്കുന്നവരും സഭാ നടത്തിപ്പുകാരുമായിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഒരു യുവ സുവിശേഷകനും അതോടൊപ്പം തന്നെ ഒരു എൽഡറുമായിരിക്കുന്ന തിമോത്തിയോസിനോട് പറഞ്ഞ് ആ കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് സകലവിധ ദോഷത്തിനും മൂല കാരണമായിരിക്കുന്ന ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ മറ്റു പലവിധമായ പാപങ്ങളിൽ വീണുപോയവർ അനുദപിച്ച് മടങ്ങി വന്നതായി വചനത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ നീർച്ചുഴിയിൽ അകപ്പെട്ടിട്ട് ആരും മടങ്ങി വന്നതായിട്ട് നാം കാണുന്നില്ല. നമുക്കറിയാം, പാപത്തിൻ്റെ പരിണിതഫലമായിട്ടുള്ളതായ പ്രശ്നങ്ങളിൽ വീണുപോയ പലരെയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർ മടങ്ങി വന്നിട്ടുണ്ട്. അവർ മനസ്താപപ്പെട്ട് അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് അവർ ദൈവസഭയിലേക്ക് വന്നിട്ടുണ്ട്, ദൈവസഭയിൽ വന്നിട്ടുണ്ട്. കുരുതലേഖനത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹത്തിൻ്റെ നീർച്ചുഴയിൽ അകപ്പെട്ട് പോയിട്ടുള്ള ഒരു വലിയ ലിസ്റ്റ് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കും.
എല്ലാ ക്യാരക്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാനായിട്ട് സമയം പോരാ. കാരണം വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാം. ഞാൻ ഓർപ്പിച്ചത് ദ്രവ്യാഗ്രഹത്തിൻ്റെ നീർച്ചുഴിയിൽപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് ആഖാനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആഖാനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം പഠിക്കണം. അവിടെ യോശുവ കൂട്ടരും യെരിഹോ ജയിച്ച് പിടിച്ചടക്കി ജയിച്ചു വരുമ്പോൾ അവിടെയുള്ളതായ വസ്തുക്കളെല്ലാം എന്ത് ചെയ്യണം? ദൈവത്തിന് എന്താണ്? അത് നിവേദിതമാണ്, അതാരും എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ആ പ്രമാണവും ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്തു? ആഖാൻ എന്ത് ചെയ്തു? ആഖാൻ അവിടുന്ന് ലഭിച്ച ആ കൊള്ളയ്ക്ക് ചാടി എന്നിട്ട് എന്ത് ചെയ്തു? അത് എടുത്തുകൊണ്ട് വീട്ടിൽ വെച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരിക്കൽ ശമൂവേല് ശൗലിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ കൊള്ളയ്ക്ക് ചാടിയത്? കൊള്ളയ്ക്ക് ചാടുന്നവർ ധാരാളമുണ്ട്, ഒത്തിരി പേരുടെ ലിസ്റ്റുകളുണ്ട്. അതിലൊന്നാണ് ശൗൽ ഒരിക്കൽ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നെങ്കിലും അവൻ കൊള്ളയ്ക്ക് ചാടി. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആഖാൻ എന്ത് ചെയ്തു? കൊള്ളയ്ക്ക് ചാടി, ആ കൊള്ള കണ്ടെടുത്തു. അത് കണ്ടെന്ന് മാത്രമല്ല, അതെടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി. അത് അവനും അവൻ്റെ കുടുംബത്തിനും ദോഷത്തിന് കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഗേഹസി നയമാൻ സൗജന്യമായിട്ട് എന്ത് ചെയ്തു? അത് സൗജന്യമായിട്ടാണ് ആ നിലയിൽ അരാം രാജാവിൻ്റെ സേനാനായകനായിരിക്കുന്ന നയമാന് സൗഖ്യം കൊടുത്തത്, കുഷ്ഠസൗഖ്യം വരുത്തിയത്. 5 പൈസ വാങ്ങിയില്ല, രാജാവിൻ്റെ വെള്ളി വാങ്ങിയില്ല, അതുപോലെ തന്നെ അതിനുള്ള മറ്റുള്ള ബ്ലാങ്കറ്റുകൾ വാങ്ങിയില്ല. എന്നാൽ എന്ത് ചെയ്തു? അവൻ നുണ പറഞ്ഞ് വ്യാജം പറഞ്ഞ് എന്ത് ചെയ്തു? യജമാനൻ പറഞ്ഞു, എഫ്രൈമിൽ നിന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട്, അവർക്ക് 2 താലന്ത് വെള്ളി കൊടുക്കണം, മറ്റത് കൊടുക്കണം, പുതപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വ്യാജം പറഞ്ഞു. അത് മേടിക്കുവാനായിട്ട് ഈ നയമാൻ്റെ പുറകെ പോയിട്ട് നയമാന് ഉടനെ തന്നെ എന്ത് ചെയ്തു? അതിന് സാങ്ഷൻ കൊടുത്തു, അവൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഈ എലീശായിലേക്ക് വന്നപ്പോൾ എലീശ ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? എൻ്റെ ആത്മാവ് നിന്നോടുകൂടി ഇല്ലായിരുന്നോ? അപ്പോഴും അവൻ നുണ പറഞ്ഞു, ഞാനെങ്ങും ദൂരെയൊന്നും പോയില്ല. നോക്കുക, ഒരു നുണ പറഞ്ഞ ആ ഗേഹസി മറ്റൊരു നുണ പറയുകയാണ്. അപ്പോൾ ഒരു നുണ പറയുന്ന ഒരാൾ മറ്റൊരു നുണയും കൂടെ പറയേണ്ടി വരും. അപ്പോൾ നുണ പറയാൻ പാടില്ല. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പീൻ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറയുന്നത് അനേക കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പറയരുത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്തെല്ലാം മാറ്റണം? എല്ലാ അസൂയയും, എല്ലാ ചതിവും, എല്ലാ ദുഷ്ടതയും, എല്ലാ വ്യാജഭാവവും, എല്ലാ അസൂയയും, എല്ലാ നുണയും നീക്കി കളയണം. എന്തൊക്കെയാണ്? ക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അവിടെ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, സകല ദുഷ്ടതയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും, എല്ലാ അസൂയയും, എല്ലാ നുണയും നീക്കിക്കളയണം. നോക്കുക, ദുഷ്ടത പ്രവർത്തിച്ചുള്ള ധാരാളം ആളുകളുണ്ട്. അവരൊരു വലിയ ലിസ്റ്റ് തന്നെ ബൈബിളിലുണ്ട്. വിശ്വാസി ദുഷ്ടത കാണിക്കാൻ പാടില്ല, വിശ്വാസി ചതിക്കാൻ പാടില്ല. എല്ലാ ചതിവും എന്നാണ്, ഒരു ചതിവല്ല, എല്ലാ ചതിവും. അതിൻ്റെ ചതിച്ചതായ ഒരു ചരിത്രം നമുക്ക് മെഫിബോശത്തും സീബയും നമുക്കറിയാം. ദാവീദ് രാജാവ് മടങ്ങി യെരൂശലേമിലേക്ക് വരുമ്പോൾ ഈ സീബ പെട്ടെന്ന് ഓടിപ്പോയി. എന്നാൽ ഈ മെഫിബോശിന് ചോദിച്ചു, നീ എന്താണ് മെഫിബോശത്തെ വരാതെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ദാസനായിരുന്ന സീബ എന്നെ ചതിച്ചു. അവന് സാൻഡിൽ ഇടാൻ പറ്റുന്നില്ല, 2 കാലും മുടന്ത. ആരെങ്കിലും സാൻഡിൽ ഇട്ട് കൊടുത്തെങ്കിലേ അവന് പോകാൻ പറ്റത്തുള്ളൂ. കഴുതയ്ക്ക് കൂപ്പിട്ട് കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് ഇരുത്തിയാലേ അവന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നോക്കുക, അവൻ എന്നെ ചതിച്ചു എന്ന് മെഫിബോശത്ത് പറഞ്ഞു. മാത്രമല്ല, അവനൊരു നുണയും പറഞ്ഞു. അപ്പോൾ ചതിയന്മാരും നുണയന്മാരും വിശ്വാസകോളത്തിൽ ധാരാളം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല, വേലക്കാരിൽ ഉണ്ടാകാൻ പാടില്ല. തിമോത്തിയോസ് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയുകയാണ്. ഈ വ്യാജഭാവം, അസൂയ, നുണ ഇതെല്ലാം എന്ത് ചെയ്യണം? നീക്കിക്കളയണമെന്നാണ്. ചേർത്ത് വെക്കണമെന്നല്ല,
അതെല്ലാം നീക്കിക്കളയണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നീക്കിക്കളഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയം ശരിയാകുകയുള്ളൂ. ഇത് നീക്കിക്കളഞ്ഞെങ്കിൽ ഹൃദയം ശരിയാകുകയുള്ളൂ. ഹൃദയം ശരിയായെങ്കിൽ നമ്മുടെ ആരാധന ശരിയാകത്തുള്ളൂ. ആരാധന ശരിയായെങ്കിൽ നമ്മുടെ സാക്ഷി ജീവിതം ശരിയാകത്തുള്ളൂ. സാക്ഷി ജീവിതം ശരിയായെങ്കിൽ ആത്മാക്കൾ വരത്തുള്ളൂ. ആത്മാക്കൾ വരുന്നില്ലെങ്കിൽ എൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തോ സാരമായ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ആഖാൻ, ഗേഗസ്, യൂദ, അനന്യാസ്, സഫീറ, ദേമാസ് തുടങ്ങിയ ഒരു വലിയ ലിസ്റ്റാണ്. ഇവരെക്കുറിച്ച് ദൈവം ചില അടുത്ത ദിവസം നമുക്ക് ധ്യാനിക്കാം, ചിന്തിക്കാം. അതുകൊണ്ട് എബ്രായർ 13:5 നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ ചിന്തിക്കാം. കർത്താവ് ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം എന്നുപോലെ എന്നേക്കും മഹത്വപ്പെട്ട് മാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലോരു ചഞ്ചലവും. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ